2002 ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ജയന്തി ദിനത്തിൽ പുനലൂർ പത്തനംതിട്ടയിൽ ഒരു മഹാസംഭവത്തിന് തുടക്കം കുറിച്ചു. ഇന്ന് നൂറുകണക്കിന് അശരണരുടെ, അനാഥരുടെ അഭയകേന്ദ്രത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. നമ്മൾ ഇപ്പോഴത്തെ മന്ത്രി, ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ ഒരുപാട് കുറ്റം പറഞ്ഞു. ഞാനും പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യത്തിലാണോ ഒരാളെ വിമർശിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് മാത്രമാണ്. അതേസമയം അദ്ദേഹം ചെയ്ത നല്ല കാര്യത്തെ നമുക്ക് പറയുന്നതിനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയിക്കുന്നതിനോ ഒരു പ്രയാസവുമില്ല. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ KB ഗണേഷ് കുമാർ എന്ന വ്യക്തി വളരെ ജനകീയനും സഹൃദയനും സർവോപരി ഒരു സാമൂഹ്യ സ്നേഹിയും ആകുന്ന കാഴ്ചയാണ് അന്ന് നമ്മൾ കണ്ടത്. അന്ന് തന്നെ അദ്ദേഹം അതിൻ്റെ സൃഷ്ടികർത്താവിൽ ഒരാളായ പുനലൂർ സോമരാജൻ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും കൂടിയാണ് അത് തുടങ്ങുന്നത്. ഇതിൻ്റെ കാരണഭൂതൻ ശരിക്ക് പുനലൂർ സോമരാജ് സാറാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് തന്നെ ഇദ്ദേഹം ഓഫർ ചെയ്തു, ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അത് അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് പുനലൂർ സോമരാജ് സാർ ശ്രീ KB ഗണേഷ് കുമാറിനെ ഗാന്ധി ഭവന്റെ ബ്രാൻഡ് അംബാസഡറായി പ്രഖ്യാപിച്ചു. അതിന് KB ഗണേഷ് കുമാർ എന്തുകൊണ്ടും അർഹനാകുന്നുണ്ട്. 2002 ഒക്ടോബർ മാസം 2-ാം തീയതി ഗാന്ധി ഭവന് തറക്കല്ലിടുന്നത് ശ്രീ KB ഗണേഷ് കുമാറാണ്. ആ തറക്കല്ലിടൽ കർമ്മം വെറുതെ ആയില്ല. പിൽക്കാലത്ത് നൂറുകണക്കിന് അശരണരുടെ അഭയകേന്ദ്രമായി മാറി. പിന്നെ മലയാളത്തിൻ്റെ അഭിമാനം MA യൂസുഫ് അലിയുടെ സഹായത്താൽ അത് വളർന്ന് ഇപ്പോൾ 20 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ഗണേഷ് കുമാറിന് സന്തോഷിക്കാം. ഈ ഒരു സംരംഭത്തിന്, മഹാസംരംഭത്തിന് തുടക്കം കുറിക്കാൻ അദ്ദേഹത്തിനാണ് സാധിച്ചത് എന്നത്. ജാതിമതമോ അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പമോ കൂടാതെ എല്ലാവരും ഒരുമിച്ചുറങ്ങുന്ന, സാഹോദര്യത്വം തുളുമ്പുന്ന അഭയകേന്ദ്രം. സിനിമയിൽ വളരെ പ്രധാനമായ വേഷം ചെയ്തിരുന്ന നടൻ മാധവൻ മുതൽ ധാരാളം പേർ അവിടെ താമസിക്കുന്നു. മുമ്പ് പത്തനാപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. നമ്മൾ ഗണേഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞുള്ളൊരു പഴയ പോലീസ് ഉദ്യോഗസ്ഥൻ. ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പണി തെരുവിൽ അലഞ്ഞു നടക്കുന്ന അനാഥർ അല്ലെങ്കിൽ ഭിക്ഷയാഴ്ച നടക്കുന്നവർ, അവരെയൊക്കെ പിടിച്ചവരുടെ മുടി വെട്ടി, നഖം വെട്ടി, പേനൊക്കെ ഒതുക്കി, കുളിപ്പിച്ച് പുതിയ കുപ്പായമിട്ട് അവരെ സംരക്ഷിക്കുക. നമുക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയാത്ത കാലത്ത് അത്തരം നന്മ ചെയ്ത ആ ഒരു പിതാവിൻ്റെ മകൻ, അതാണ് പുനലൂർ സോമരാജ്. അച്ഛൻ്റെ പാത പിന്തുടർന്ന അദ്ദേഹം ഇത്തരത്തിൽ ഒരു മഹനീയ സ്ഥാപനത്തിന് തുടക്കക്കാരനായി, അതിൻ്റെ തുടക്കത്തിന് കൂടെ നിൽക്കാൻ ഗണേഷ് കുമാറിനായി എന്നത് നമുക്ക് അഭിമാനിക്കാം. കാരണം രണ്ടും മലയാളികളാണ്. ഈ സ്ഥാപനം നമ്മുടെ മലയാളക്കരയിലാണ്. വ്യക്തി ജീവിതത്തിലും അതുപോലെ മറ്റിടങ്ങളിലുമൊക്കെ ധാരാളം പേരുദോഷങ്ങൾക്കുള്ളതാണ് ഗണേഷ് കുമാർ. അത് അവരുടെ സ്വകാര്യം, കുടുംബകാര്യം. പക്ഷെ പൊതു ഇടത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ഗണേഷ് കുമാർ എന്ന സർവസമ്പന്നനായ ഒരു ജനഹൃദയനായ ഒരു സഹോദരനെയാണ്. നേതാവിനെ എന്ന് പറയാൻ പറ്റില്ല, ഒരു രാഷ്ട്രീയക്കാരനെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഏതവസ്ഥയിലായാലും എപ്പോഴും സാധാരണക്കാരോടൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് ഒരു കുട്ടിക്ക് അച്ഛനെ പോലെ, തൻ്റെ മക്കളെ പോലെ പഠന സഹായം ചെയ്തുകൊണ്ടും അവന് വീട് വെച്ച് കൊടുത്തുകൊണ്ടും, അതുപോലെ അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലി നമ്മൾ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില തിന്മകളാണ് നമ്മൾ പൊക്കി പറയുന്നത്. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന ധാരാളം നന്മകളുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൈ സഹായം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു വന്ന, കരകയറി വന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. കീഴോട്ടുവീട് എന്ന വാളകത്തെ തറവാട്ടിൽ നിന്നും KB ഗണേഷ് കുമാർ എന്ന ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിക്ക്, ഗതാഗത മന്ത്രിക്ക് അത്തരത്തിൽ അഭിമാനിക്കാനുള്ള ധാരാളം മുഹൂർത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് എത്രയൊക്കെ അദ്ദേഹത്തിൻ്റെ വീഴ്ചകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ അബദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ വർണ്ണിക്കുമ്പോഴും നമ്മൾ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ, അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു വിഭാഗം മറുഭാഗത്തുള്ളത്. അതേ ഗണേഷ് കുമാർ മന്ത്രിയായതിനു ശേഷം ആദ്യം വിസിറ്റ് ചെയ്തത് ഗാന്ധി ഭവനിലാണ്. ഗാന്ധി ഭവനിൽ അദ്ദേഹത്തിന് ഒരുക്കിയ സ്വീകരണത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സന്തോഷപൂർവ്വം അദ്ദേഹം അതിൽ സംസാരിച്ചു. ശേഷം അവിടെയുള്ള മറ്റുള്ളവരെയൊക്കെ പരിചയപ്പെട്ടു. നടൻ മാധവനെ കണ്ട് സംസാരിച്ചു. അതുപോലെ ഒരു സാധാരണക്കാരനെ പോലെ പെരുമാറുക. KB ഗണേഷ് കുമാർ അങ്ങനെയാണ്. സംസാരിക്കുമ്പോൾ 2 അടി അകലം പാലിക്കുക, അങ്ങനെയൊന്നുമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണക്കാരനെ പോലെ ചേർന്ന് ഇടപെടാൻ അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെയുള്ള മന്ത്രിമാർ നമ്മുടെ ഈ മന്ത്രിസഭയിൽ, വിശേഷിച്ച് പിണറായി മന്ത്രിസഭയിൽ വളരെ കുറച്ചേ ഉള്ളൂ, അല്ലെങ്കിൽ അപൂർവമേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്നത് ഇന്നത്തെ ഈ മന്ത്രിസഭാ കൂട്ടത്തിൽ
കടന്നപ്പള്ളി രാമചന്ദ്രനും അതുപോലെ കെ ബി ഗണേഷ് കുമാറാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ പുതിയതായി മന്ത്രിസഭയിൽ വന്ന ആളാണ്. മുമ്പ് ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ കടന്നപ്പള്ളി സാർ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടതും അദ്ദേഹവുമായി സംസാരിച്ചതും കുശലം പറഞ്ഞതുമൊക്കെ എനിക്കറിയാം. അന്നും അദ്ദേഹം മന്ത്രിയാണ്. ആ ഒരു ജാടയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ അദ്ദേഹം ഒരു സാധാരണക്കാരായി സംസാരിച്ചു. ശ്രീ കെ ബി ഗണേഷ് കുമാറിന് എന്നെ അറിയില്ല, പക്ഷേ എനിക്ക് കെ ബി ഗണേഷ് കുമാറിനെ അറിയാം. കൊട്ടാരക്കര താലൂക്കിലെ ചിതറ പഞ്ചായത്തിലെ ഒരു താമസക്കാരനായ ഞാൻ കീഴൂട്ട് വീട് എനിക്കറിയാം. കീഴൂട്ട് വീട്ടിൽ അന്നുണ്ടായിരുന്ന ആനകളെ എനിക്കറിയാം. അതുപോലെ അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള വികസന പ്രവർത്തനങ്ങൾ, മറ്റ് സഹായങ്ങൾ, അതുപോലുള്ള പല കാര്യങ്ങളും അറിയാം. ചില ചാരിറ്റി സംഘടനാ പ്രവർത്തനങ്ങളുമായി കീഴൂട്ട് വീട്ടിൽ പോകാനും ശ്രീ കെ ബി ഗണേഷ് കുമാറുമായി സംസാരിക്കാനും അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുമായി സംസാരിക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഗാന്ധി ഭവൻ എന്ന കേരളത്തിന്റെ അഭിമാനത്തെക്കുറിച്ച് ശ്രീ കെ ബി ഗണേഷ് കുമാറിനും അഭിമാനിക്കാം.